നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർസാറ്റ് മിനി സാറ്റലൈറ്റ് റിസീവറിന്റെ വീഡിയോ ആണ്. സ്റ്റാർസാറ്റ് SR-T140 Pro എന്ന് പറയുന്ന സാറ്റലൈറ്റ് റിസീവറിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പുറപ്പുഴ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ സെയിൽ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസും കൂടെ ഒക്കെ പറയുകയാണ്. സ്റ്റാർസാറ്റ് റിസീവർ അവൈലബിൾ ആണ്. ഇതിലിപ്പം നല്ലൊരു ഓണം ഓഫറിലാണ് നമ്മൾ ഈ ഒരു റിസീവർ ഇപ്പോൾ കൊടുക്കുന്നത്. നല്ല പ്രൈസ് ഡിസ്കൗണ്ട് ആണ്. അതായത് 3500 മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. കാരണം 4500 ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് ഇതിന് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾ നല്ലൊരു ഓഫറിലാണ് തന്നിരിക്കുന്നത്. 3500 പ്ലസ് 100 കൊറിയർ ഇൻബിൽട്ട് വൈഫൈ ഉള്ള HVC ഉള്ള സാറ്റലൈറ്റ് റിസീവർ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. സ്റ്റാർസാറ്റ് T140 എന്ന് പറയുന്നത് 4 hour സെർവർ IPTV ഒക്കെ വരുന്ന ഒരു റിസീവർ തന്നെയാണിത്. നമുക്ക് എന്തായാലും ഡിഷ് ടിവിയുടെ ഒക്കെ ഓഫറിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഞാനിപ്പോൾ കാണിക്കുന്നത് ഡിഷ് ടിവിയുടെ FTA ബോക്സ് ആണ്, ഫ്രീ ടൂർ ബോക്സ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 വീഡിയോ ഞാൻ ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് അതിനെക്കുറിച്ച് അറിയേണ്ട ഒരു വീഡിയോ തന്നെയാണ്. കാരണം 2 വർഷത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ടൂർ ചാനൽസ് നമുക്ക് കിട്ടും. റീചാർജ് ഒന്നും ഇല്ലാതെ തന്നെ ഫ്രീ ടൂർ ചാനൽസ് നമുക്ക് കിട്ടും. ആദ്യത്തെ ഒരു 1200 രൂപയുടെ സ്പെൻഡ് ചെയ്യുന്ന മുടക്കുന്നത് മാത്രമേ ഉള്ളൂ. 1200 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തേക്ക് ഫ്രീ ടൂർ ചാനൽസ് എല്ലാം കാണാം. പെയ്ഡ് ചാനൽസ് കാണാൻ പറ്റത്തില്ല, ഫ്രീ ടൂർ ചാനൽസ് കാണും. അതാണ് ഈ ഒരു ബോക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2 വർഷത്തേക്ക് പിന്നെ റീചാർജ് ചെയ്യേണ്ട. പക്ഷെ കമ്പനി 1 year വാറണ്ടിയാണ് ഇതിന് തരുന്നത്. റിമോട്ടിനും അഡാപ്റ്ററിനൊക്കെ 1 മാസം 1 year വാറണ്ടിയാണ് ബോക്സിന് തരുന്നത്. 1 year കഴിഞ്ഞാൽ നമ്മൾ സ്വാപ്പിങ്ങിന്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, അതായത് 1 year കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഇഷ്യൂ വരുന്നെങ്കിൽ സ്വാപ്പിങ്ങിന്റെ അമൗണ്ട് കൊടുക്കേണ്ടി വരും. അത് എല്ലാ DTHനും ആ സെയിം ആണ്. ജസ്റ്റ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ FTA ബോക്സും. അതുകൂടാതെ തന്നെ കാർട്ടൺ ബോക്സിൽ വരുന്നത് ഡിഷ് ടിവിയുടെ തന്നെ പുതിയ ബോക്സ് ആണ്. നമുക്ക് 1 month 1 year അതുപോലെ തന്നെ 6 months ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ 1 year 1850 ആണ് ഡിഷ് ടിവിയുടെ 1 year HD മലയാളം വരുന്നത്. അതുപോലെ തന്നെ 6 മാസത്തേക്ക് 1100 ആണ് ഡിഷ് ടിവിയുടെ HD മലയാളം വരുന്നത്. ബോക്സുകളിലെ ഓഫറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് മീറ്റർ അവൈലബിൾ ആണ്. SF-720 Pro എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ ടൂർ ബോക്സ് അവൈലബിൾ ആണ്. അല്ലാതെ നോർമൽ HD പ്ലാൻ വരുന്ന 1 year ബോക്സ് ഒക്കെ അവൈലബിൾ ആണ്. 1850 മാത്രമാണ് പ്രൈസ് വരുന്നത്. ഫ്രീ ടൂർ ബോക്സ് ഒരുപാട് സെയിൽ ആകുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. കാരണം ആദ്യം ആ ഒരു എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്പെൻഡ് ചെയ്യേണ്ട. നമുക്ക് ചെറിയൊരു ഡിഷും LNB ഒക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി DTHന്റെ ഡിഷ് തന്നെ എല്ലാവരുടെയും കയ്യിൽ ഇരിക്കുന്നതാണ്. എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഒരുപാട് പേര് റീചാർജ് ചെയ്യാതെ അത്യാവശ്യം ചാനൽ ഫ്രീ ടൂർ ചാനൽസ്, ന്യൂസ് ചാനലൊക്കെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു ഉപകാരമാണ് ഈ ഫ്രീ ടൂർ റിസീവർ എന്ന് പറയുന്നത്. കാരണം ആദ്യം ചെറിയ എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ 1 മാസം 50 രൂപ പോലും വരുന്നില്ല. ആ ഒരു ഇതിലാണ്. പിന്നെ ആർക്കെങ്കിലും ഇനി നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കുന്നതാണ് അതിനകത്ത്. അത് മെസ്സേജ് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജ് അയക്കുക, കോൾ വിളിച്ചാൽ കിട്ടത്തില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർസാറ്റ് T140 Pro എന്ന് പറയുന്ന സാറ്റലൈറ്റ് റിസീവറിന്റെ വീഡിയോ ആണ്. മിനി റിസീവർ ആണ്. മിനി റിസീവർ എന്ന് പറഞ്ഞാലും നമ്മുടെ സ്റ്റാർസാറ്റ് 488 അങ്ങനെയുള്ള മിനി റിസീവറിനെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പം കൂടുതലാണ്. കാരണം ഫങ്ഷൻസ് കൂടുതലുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ കോയാക്സിൽ ഔട്ട്പുട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സാധാ മിനി റിസീവറിൽ ആ ഒരു ഓപ്ഷൻ വരാറില്ല. അതുപോലെ തന്നെ ലാൻഡ് പോർട്ട് ഉണ്ട്. നമുക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ലാൻഡ് പോർട്ട് അവൈലബിൾ ആണ് ഈ റിസീവറിൽ. 2 USB പോർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 സൈഡിലും ഓരോ USB പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് IR സെൻസർ, കാരണം ഇൻബിൽട്ട് ഡിസ്പ്ലേ ഇല്ല, IR സെൻസർ ആണ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. IR ഡിസ്പ്ലേ ആണ്. അപ്പൊ അത് ഇതിനോട് തന്നെ തരുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു സൈഡിന്റെ നമുക്ക് വ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത സൈഡിൽ നമുക്ക് ടൂണറും പിന്നെ HDMI ഓപ്ഷനും HDMI ഔട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിസീവറിന്റെ അവിടെ AV കേബിൾ ഒന്നും വരുന്നില്ല. കാരണം HDMI കേബിളൊക്കെയാണ് വരുന്നത്. AV കേബിൾ വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം. പിന്നെ ഗൾഫ് റിസീവറിനായാലും നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ റിസീവറിനായാലും ഇപ്പൊ ഒന്നും വാറണ്ടി ഒന്നുമില്ല. ഇപ്പോഴെല്ലാം നേരത്തെ തൊട്ട് വാറണ്ടി ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടുത്തെ സോളിഡ് ഒക്കെ ആണെങ്കിൽ 2 ദിവസം ടെസ്റ്റിംഗ് വാറണ്ടി കൊടുക്കും. സ്റ്റാർസാറ്റ് ഒന്നും നമ്മൾ വാറണ്ടി ഒന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഗൾഫിൽ നിന്ന് വരുന്ന റിസീവറാണ്. ഇവിടെ യാതൊരു സപ്പോർട്ടോ സർവീസ് സെന്ററോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ക്വാളിറ്റിയുള്ള റിസീവറാണ്. അതാണ് പ്രത്യേകത. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റിസീവറിനെക്കാട്ടും നല്ല ക്വാളിറ്റിയാണ്. എത്രയോ ഇരട്ടി നല്ല ക്വാളിറ്റിയാണ്. പിക്ചർ ക്വാളിറ്റി ആയാലും ഹാർഡ്വെയർ ക്വാളിറ്റി ആയാലും ഫങ്ഷൻസ് ആയാലും എല്ലാം വിദേശ റിസീവർക്കാണ് ഒരുപാട് വരുന്നത്. പക്ഷെ വാറണ്ടി സപ്പോർട്ടോ സർവീസ് സെന്ററോ കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ഒരു പ്രശ്നം. പക്ഷെ എന്നാലും ആദ്യം അങ്ങനെ കംപ്ലൈന്റ് വരത്തില്ല. അതാണ് ഈ റിസീവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞാൽ മതി. സർവീസ് നമുക്ക് ഇല്ല.
ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല, കാരണം മിനി റിസീവർ ആണ്. പക്ഷെ കംപ്ലൈന്റ് വരത്തില്ല, അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ റിസീവർ എന്ന് പറയുമ്പോൾ ചീപ്പ് റേറ്റ് വരുന്നതാണ്, സോളിഡ് ഒക്കെ ചീപ്പ് റേറ്റ് വരുന്നതാണ്. അത് ഇതുപോലെ തന്നെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലാണ്, ഉപയോഗിക്കുക എടുത്ത് കളയുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ റിസീവർ എല്ലാം വരുന്നത്. കാരണം റേറ്റ് അധികം ഒന്നും ഇല്ലല്ലോ. കാരണം കുറഞ്ഞ റിസീവർ ഇവിടെ വരുന്നത് തന്നെ 1500, 1300 ആ റേഞ്ച് ഒക്കെയാണ് കുറഞ്ഞ റിസീവറിന് വരുന്നത്. അപ്പൊ ഈ റിസീവർ നമ്മൾ 3500 കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് 4500 മുകളിലാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓഫറിൽ നമുക്ക് കിട്ടിയത് കൊണ്ട് കൊടുക്കുകയാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആള് നമുക്ക് ഓഫറിൽ തന്നത് കൊണ്ട് അത്യാവശ്യം കൊടുക്കുകയാണ്, ഓൺ ഓഫറിൽ കൊടുക്കുകയാണ്. അപ്പൊ ഇതിനോടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള റിമോട്ടാണ് ഇതിനോടെ വരുന്നത്. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള റിമോട്ട് തന്നെയാണ്, നല്ല കളർഫുൾ ആണ്, നല്ല ഹാർഡ് ആയിട്ടുള്ള റിമോട്ടാണ്, ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർസാറ്റ് 2000, സ്റ്റാർസാറ്റ് 90,000 അങ്ങനെയുള്ള റിസീവറിന്റെ ഒക്കെ കൂടെ വരുന്ന റിമോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ഒരു ടൈപ്പ് റിസീവർ റിമോട്ട് തന്നെയാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ എന്തായാലും റിമോട്ട് എല്ലാത്തിനും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം കൂടിയ ബോക്സ് ആയ സ്റ്റാർസാറ്റ് 2000, 90,000 പോലെ തന്നെ ഉള്ള റിമോട്ട് തന്നെയാണ് ഇതിനോടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ HDMI കേബിൾ, ഷോർട്ട് ആയിട്ടുള്ള HDMI കേബിൾ ആണ്. അഡാപ്റ്റർ, പവർ അഡാപ്റ്റർ വരുന്നത് 12 വോൾട്ട് 1 ആംപിയർ അല്ലെങ്കിൽ 1.2 ആംപിയർ ഒക്കെയാണ് വരുന്നത്. ഇതിപ്പോ 1 ആംപിയർ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ 1 ആംപിയർ എന്ന് പറഞ്ഞാലും അതിന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇനഫ് ആണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്, അഡാപ്റ്റർ എന്ന് പറയുന്നത്. HDMI കേബിൾ ചെറുതാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിനി റിസീവറിനോടെല്ലാം നിങ്ങൾ അൺബോക്സിംഗ് റിവ്യൂ കണ്ടാൽ മനസ്സിലാവും, ഇതിനോടെല്ലാം വരുന്നത് ചെറിയ HDMI കേബിൾ ആണ്. അതുപോലെ തന്നെ IR സെൻസറും വന്നിട്ടുണ്ട്. ഇൻബിൽറ്റ് ഡിസ്പ്ലേ ഇല്ല, IR സെൻസർ ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. കൂടാതെ 2 ബാറ്ററിയും കൂടെ തരുന്നുണ്ട്. കാരണം റിമോട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ബാറ്ററി വരെ കമ്പനി തരുന്നുണ്ട്. ഇത് ചെറിയൊരു ഷീൽഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിനി റിസീവർ ആയതുകൊണ്ട് തന്നെ ടിവിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ 2 സൈഡിൽ നിന്നും പേപ്പർ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ടിവിയുടെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു വെക്കാം. അപ്പോൾ റിസീവർ ഹൈഡ് ആയിട്ടിരിക്കുക. എന്നിട്ട് ഈ IR സെൻസർ ടിവിയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. അതിനും ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ IR സെൻസറിൽ അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കുക. 2 സൈഡിലെയും പേപ്പർ മാറ്റിയിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ടിവിയുടെ ഫ്രണ്ട് സൈഡിൽ വെക്കുക. അപ്പൊ റിസീവർ കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയ HDMI കേബിൾ തന്നിരിക്കുന്നത്. കാരണം HDMI പോർട്ടിന്റെ തൊട്ട് അടുത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് HDMI കേബിൾ ചെറുത് തന്നിരിക്കുന്നത്. എന്തായാലും അൺബോക്സിങ് കഴിഞ്ഞു. നമ്മുടെ പവർ ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ റിസീവർ. അപ്പോൾ പവർ ഓൺ ചെയ്ത് വരുമ്പോൾ സ്റ്റാർസാറ്റിന്റെ ലോഗോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ സോഫ്റ്റ്വെയർ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ഡീഫാൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സോഫ്റ്റ്വെയർ നമ്മൾ അന്നേരം കസ്റ്റമേഴ്സ് ചോദിക്കുന്നതനുസരിച്ചിട്ട് സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുക്കത്തുള്ളൂ, ട്യൂൺ ചെയ്തിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് കുറവാണ്. കാരണം ഇവരുടെ ഡീഫാൾട്ട് സോഫ്റ്റ്വെയറിൽ, സ്റ്റോക്ക് ഫേമറിൽ ഓപ്ഷൻസ് കുറവാണ്. കമ്പനിയിൽ നിന്ന് വരുന്ന സോഫ്റ്റ്വെയറിൽ ഓപ്ഷൻസ് എല്ലാം ഹൈഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ, കാരണം എല്ലാ മാസവും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് മെനു ഫംഗ്ഷൻ ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ DD പ്രിഡിഷന്റെ ഒക്കെ HD ചാർട്സ് ആണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല പിക്ചറാണ് ഈ ഒരു സ്റ്റാർസാറ്റ് ബോക്സിനെല്ലാം വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട്, HVC ആണ്, എല്ലാ ഫംഗ്ഷൻസും ഉള്ളൊരു ബോക്സ് ആണ്. ഇപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ പാച്ച് ഓപ്ഷൻസ് ഒക്കെ വരേണ്ടതാണ്. പക്ഷേ ആ സോഫ്റ്റ്വെയർ ചെയ്യാഞ്ഞുകൊണ്ടാണ് അവിടെ ഓപ്ഷൻസ് വരാത്തത്. AV കേബിളിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. കാരണം മിനി റിസീവറിന്റെ അവിടെ ഒന്നും AV കേബിൾ വരുന്നില്ല, HDMI കേബിൾ മാത്രമാണ്. അപ്പോൾ CRT TVക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങനത്തെ ബോക്സ് വാങ്ങിക്കരുത്. അല്ലെങ്കിൽ ബോക്സ് AV കേബിൾ സെപ്പറേറ്റ് വാങ്ങിക്കണം, നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള CRT TVക്ക് പറഞ്ഞ ബോക്സ് മേടിക്കുന്നതാണ് നല്ലത്. ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള, വലിയ TVയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു ബോക്സാണ് സ്റ്റാർസാറ്റിന്റെ ബോക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫംഗ്ഷനുള്ളൊരു ബോക്സാണ്. IPTV, ഇൻബിൽറ്റ് വൈഫൈ, HVC ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്, നല്ല ക്ലാരിറ്റിയാണ്. നമ്മുടെ കോയാക്സിൽ ഔട്ട്പുട്ട് ഉണ്ട്, ലാൻഡ് പോർട്ട് ഉണ്ട്, ബ്രോഡ്ബാൻഡ് ഡയറക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉള്ള കുറഞ്ഞ റേറ്റിന് വരുന്നൊരു ബോക്സാണ് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം 4500, 4700 ആ ഒരു പ്രൈസിനാണ് ഈ ബോക്സ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിപ്പം നല്ല ഓഫറിലാണ് ഇപ്പോൾ നമുക്ക് ബോക്സ് കൊണ്ട് തരുന്ന ആൾ തന്നിരിക്കുന്നത്. 3500 നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 3500 പ്ലസ് കൊറിയറിനാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഡീറ്റെയിൽസ് ഞാൻ തരാം. ഈ ഓൺ ഓഫറിൽ അല്ലെങ്കിൽ ഓഫറിലൊക്കെ വരുന്ന ഇപ്പോൾ ഫ്രീ ടു എയർ ബോക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലത്തെ തന്നെ ബോക്സുകൾ, സ്റ്റാർസാറ്റ് ബോക്സുകളൊക്കെ ആ സമയത്ത് തന്നെ വാങ്ങിക്കുക. കാരണം പിന്നീട് നമുക്ക് ആ ഓഫറിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വേണ്ടവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കോഡ് വിളിച്ചാൽ കിട്ടത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു.